വിശേഷം? എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? പാർട്ടിക്കകത്ത് പറയാൻ ധൈര്യമുള്ളവർ നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സ്ഥിതിക്ക് ധൈര്യമുള്ളവരുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ തിരുത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് എന്താ? തെറ്റ് സമ്മതിച്ചാലല്ലേ തിരുത്താൻ പറ്റുള്ളൂ. ചിന്തിക്കൂലെന്ന് അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. CPM-നെ പറയാറുണ്ട് എല്ലാവരും. CPM-നെ തോൽപ്പിക്കാൻ പ്രയാസമല്ല, അവരെ തോറ്റു സമ്മതിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. അവർ സമ്മതിക്കൂല. ഇപ്പൊ KP ഗണേഷ് കുമാർ എന്താ പറഞ്ഞു? ഞങ്ങൾ തോറ്റിട്ടില്ല, ജനങ്ങളാ തോറ്റതെന്ന്. ഇതുപോലെ ഇപ്പൊ പത്മകുമാറിന്റെ കാര്യം. പത്മകുമാർ എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു വാക്ക് സംസാരിക്കാൻ ധൈര്യമില്ല. എന്തുകൊണ്ടാ ധൈര്യം ഇല്ലാത്തത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ദൈവത്തെ പോലുള്ള ആളുകൾ ഉണ്ടായി, പിന്നെ ഞാൻ എന്താ ചെയ്യാൻ? ആരാണ് ദൈവത്തെ പോലുള്ള ആൾ? നമുക്ക് അറിഞ്ഞുകൂടാ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതേ ക്രിമിനൽ കേസുകളിലും പ്രതിയായ ഒരാളെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുപോയത്. കാറിൽ കയറ്റി എന്താ പ്രശ്നം? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. വലിയ ചേരിതിരുണ്ടാക്കുന്ന മട്ടിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവമാനിച്ച് BJPക്ക് നിലമൊരുക്കാൻ വേണ്ടി അനവധി അസംബന്ധങ്ങൾ, അനാവശ്യങ്ങൾ പറഞ്ഞു. അവൻ കാണിച്ചത് നാലാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന്. അതൊക്കെ അവിടെ കിടക്കുകയാണ്. അത് ഇലക്ഷൻ കഴിഞ്ഞാൽ അത് ബാക്കിയുണ്ടാവും. അതിന്റെ ആപത്ത്, അതിന്റെ പരിക്ക് എളുപ്പം പോകുന്നതല്ല. മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ഭരണത്തിന്റെ അഹങ്കാരവും കൊള്ളരുതായ്മയും ധിക്കാരവും മുഴുവൻ CPM കാണിച്ചു എന്ന് CPM-നെ വെള്ളാപ്പള്ളി തള്ളിപ്പറഞ്ഞതിന് ശേഷമാണ് വെള്ളാപ്പള്ളിയെ ഇപ്പോ ഗോവിന്ദ മാഷ് തള്ളിപ്പറഞ്ഞത്. എന്താ തള്ളിപ്പറഞ്ഞത്? അന്ന് തിരുത്താമായിരുന്നു. ഇതൊക്കെ നേരത്തെ തിരിയാത്ത ആൾക്കാരാണ് ഇവർ. ഇത്ര കൊല്ലം ഗോവിന്ദ മാഷ് പലവട്ടം MLA ആയി മന്ത്രിയായി ഇരുന്ന ആളല്ലേ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഒക്കെ പറയുന്നിടത്തല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. അവർക്ക് മലയാളികൾക്ക് സ്വന്തമായ നിലപാടുണ്ട്. രാഘവൻ പറഞ്ഞത് വാസ്തവം. ആരൊക്കെയാ പറയുന്നത്? AK ബാലനെ പോലുള്ള ആളാ പറയുന്നത്. UDF വന്നാൽ ആഭ്യന്തരം ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യും. അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ. വെള്ളാപ്പള്ളി എന്താ പറഞ്ഞത്? വീണ്ടും മാറാട് കലാപം ഉണ്ടാവും. അവരും പറഞ്ഞു മാറാട് കലാപം നടക്കുന്ന കാലത്ത് ഒന്നാമത് ജമാഅത്തെ ഇസ്ലാമിക്ക് അതിലൊരു പങ്കുമില്ല. ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്ന അന്ന് LDF-ന്റെ കൂടെയാ. 2002, 2003 കാലത്തൊക്കെ LDF-ന്റെ കൂടെയാണ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നത്. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഇത് മുഴുവൻ നമുക്ക് ആർക്കും ഒരു ഓർമ്മയില്ല, നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. മലയാളികൾ മുഴുവൻ പൊട്ടന്മാരാണ് എന്ന തരത്തിൽ വിഡ്ഢികളാണെന്നുള്ള മട്ടിൽ ആ വർത്താനം പറയുന്നത്. ഈ മാസപ്പടി വിവാദം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ ബാലൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്നും തന്നെയല്ലേ. ബാലന്റെ എത്ര പ്രസ്താവനകൾ നോക്കിക്കോളൂ. ഏത് വിഷയം വരുമ്പോഴും ബാലനോട് പ്രത്യേകിച്ച് അഭിപ്രായം ചോദിച്ചില്ലെങ്കിൽ പോലും പുള്ളി പാർട്ടിയുടെ സ്വയം പ്രഖ്യാപിത വക്താവായി രംഗത്ത് വന്ന് ആ വിഷയം വിശദീകരിക്കാൻ ശ്രമിച്ച് അദ്ദേഹത്തെ കുഴപ്പത്തിൽ. ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. അതുപോലെ കുഴപ്പത്തിലാക്കിയ ഒരാളെ നമുക്കറിയാം. ഈ കെന്നഡി കരിമ്പുകാലെ കണ്ടല്ലേ? കരിമ്പുകാലയെ കുറിച്ച് ഈ ചർച്ചയിൽ പറയുന്നത് ശരിയല്ലെങ്കിൽ പുതിയ പാരയായിരിക്കും. അത്യുന്നത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കുഴപ്പത്തിലായ സമയത്ത് കർദിനാളിൻ്റെ വക്താവായിട്ട് സ്വയം അവതരിച്ച് എല്ലാ ചാനലിലും വന്ന് കർദിനാളിനെ ന്യായീകരിച്ച് പുള്ളി ഒരു വഴിക്കാക്കിയത് ഈ കരിമ്പുകാലയാണ്. CPM-ലെ ഒരു കരിമ്പുകാലയാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ബാലൻ എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ സത്യമാണ്. ബാലന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്ക് കഴിഞ്ഞ തവണ നിയമസഭയ്ക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കിട്ടുന്ന വിചാരിച്ചു, അത് കിട്ടിയില്ല. അന്ന് മുതൽക്ക് ബാലൻ വളരെ സങ്കടത്തിലാണ്. ഐസക്കിൻ്റെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. ഈ സീറ്റ് കിട്ടാത്ത എല്ലാ ആൾക്കാർക്കും ഉള്ളുകൊണ്ട് പിണറായി വിജയനോട് വലിയ വിരോധമുണ്ട്. എന്നെ സംശയിക്കരുത്. ഈ സർക്കാരിനോട് വലിയ അമർഷമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഈ കൊള്ളരായ്മ കാണിക്കുന്ന ആളുകളെയൊക്കെ ന്യായീകരിക്കുന്നു. ഇപ്പോൾ മാസപ്പടി വിവാദം വരുമ്പോൾ മുഖ്യമന്ത്രി ചോദിക്കാതെ തന്നെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന വലിയ ഉത്തരവാദിത്വം ബാലൻ ഏറ്റെടുക്കുകയാണ്. ബാലനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. മാധ്യമപ്രവർത്തകർ ബാലനോട് ചോദിക്കുന്നു, ബാലൻ മുഖ്യനെ കൂടുതൽ കുഴപ്പത്തിലാക്കത്തിലുള്ള ഉത്തരങ്ങൾ പറയും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കൃഷ്ണദാസിൻ്റെയും വിഷമം. കൃഷ്ണദാസ് എത്രയോ കൊല്ലം BS-ന്റെ ആളായി ഗ്രൂപ്പ് കളിച്ച് പാർട്ടിയിൽ ഒന്നുമല്ലാതെ അദ്ദേഹത്തിനെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം
പാലക്കാട്ട് മത്സരിച്ച് അദ്ദേഹം 3ാം സ്ഥാനത്തായി പോയി. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമില്ല. കൃഷ്ണദാസിന് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മേൽവിലാസം. ഇതാണ് ഓരോരുത്തരുടെ അവസ്ഥ. തോമസ് ഐസക് ആണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് ധൈര്യമായിട്ട് തോറ്റു. അദ്ദേഹം മത്സരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം സാറിനെ ഇൻസൾട്ട് ചെയ്താ നമുക്ക് വളരെ വിഷമം. അദ്ദേഹത്തെ തോൽപ്പിക്കാനാണ് അവിടെ നിർത്തിയത്. അപ്പോൾ അതിൻ്റെ വിഷമമാണ് അദ്ദേഹം SFIയെ ന്യായീകരിക്കുന്നതിലൂടെ പറയുന്നത്. SFIയിൽ അത്ര വലിയ വിപ്ലവ പ്രവർത്തനവും നടത്തിയിട്ടുള്ള ആളല്ല തോമസ് ഐസക്. ഈ ബിനോയ് വിശ്വം റഷ്യക്ക് പോയ സമയത്ത് ഇത് അമേരിക്കക്കാണ് പോയത്. അത്രേ അമ്മക്ക് പ്രാണവേദന മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ബിനോയ് വിശ്വം സത്യത്തിൽ ശുദ്ധഗതിക്കാരനായതുകൊണ്ടാണ് SFIക്കാരെ ഗുണദോഷിച്ച് നന്നാക്കാൻ തീരുമാനിച്ചത്. ഈ വെട്ടാൻ പന്ന പോത്തിൻ്റെ അടുത്ത് വേദം ഓതിയിട്ട് വല്ല കാര്യവും. ഈ ബിനോയ് വിശ്വം വിദ്യാർത്ഥി പ്രവർത്തകരായിരുന്ന കാലത്ത് അതിന് തത്തുല്യമായ നിലയിൽ SFIയിൽ പ്രവർത്തിച്ചിരുന്ന AK ബാലനെ പോലെയുള്ളവരായിരുന്നു. പിന്നീട് CP ജോൺ, സുരേഷ് കുറുപ്പ് മുതലായവരായിരുന്നു. അത് കഴിഞ്ഞ് ജെയിംസ് മാത്യു, മത്തായി ചാക്കോ മുതലായവരായിരുന്നു. പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം കാര്യമുണ്ട് ബിനോയ് വിശ്വം വിചാരിക്കുന്നത് ഇപ്പോഴും മത്തായി ചാക്കോയെ പോലെ അല്ലെങ്കിൽ ജെയിംസ് മാത്യുവിനെ പോലെ CP ജോണിനെ പോലെ സുരേഷ് കുറുപ്പിനെ പോലുള്ളവരാണ് SFIയുടെ നേതാക്കന്മാരെന്നാണ്. അതൊക്കെ പോയി. ബിനോയ് വിശ്വത്തിന് ഈ നാട്ടിലുണ്ടായി മാറ്റം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ആർഷോയെ പോലെയുള്ള, അനുശ്രീയെ പോലെയുള്ള, ഈ നേരത്തെ കണ്ട ഹസൻ മുബാരക്കിനെ പോലുള്ളവരാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. അവരെ നേതാക്കന്മാരായിരിക്കുന്ന ഇതുപോലത്തെ ഗുണദോഷമായിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവരോട് ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ അവർ കേൾക്കില്ല. സത്യത്തിൽ ഈ വിഷയമല്ല, ഇതുപോലെ പല വിഷയങ്ങളും ക്രമാതീതമായ രീതിയിൽ വഷളാക്കിയതിന്റെ പ്രധാന ഉത്തരവാദിത്വം നമ്മുടെ സുഹൃത്ത് ഗോവിന്ദൻ മാഷ് വന്നതിന് ശേഷം ഇതുപോലെയുള്ള പല അക്രമങ്ങളും നടക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ആര്യ രാജേന്ദ്രൻ്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. അവരും ഭർത്താവും കൂടി KSRTC ബസ് തടഞ്ഞ് നാട്ടുകാരെ വഴിയിലിറക്കി വിട്ടു. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണം. അത് ന്യായീകരിച്ച് വഷളാക്കിയത് ഗോവിന്ദൻ മാഷല്ലേ. നേരെ മറിച്ച് അദ്ദേഹം വ്യക്തമായൊരു നിലപാടെടുത്തു. ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സച്ചിൻ ദേവിന്റെ പെരുമാറ്റം അനുചിതമായി പോയി. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ അത് പാർട്ടി പരിശോധിക്കും. KSRTC ഡ്രൈവർ വല്ല ഉടനാമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത്. നടു റോഡിൽ വണ്ടി തടയുകയല്ല ചെയ്യേണ്ടത്. ഉത്തരവാദിത്തമുള്ളൊരു MLA അല്ലെങ്കിൽ നഗര മാതാവായിട്ടുള്ള മേയർ ഇങ്ങനെയല്ല പെരുമാറുന്നത്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ട് നടു റോഡിൽ വഴി തടഞ്ഞത് ശരിയല്ല. പോട്ടെ, യാത്രക്കാരെ ഇറക്കി വിട്ടത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാവുക? ഇല്ല. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ്. മേയറുടെ പ്രവർത്തനം അനുചിതമായി പോയി, അവരുടെ പല പ്രവൃത്തികളും ശരിയല്ല എന്നൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. ഇതൊക്കെ ആ സമയത്ത് പറയേണ്ട സമയത്ത് തീരുമാനിക്കണം. ഇപ്പൊ കൊയിലാണ്ടിയിൽ നടത്തിയ പ്രസംഗത്തെ ഒരാൾക്ക് ന്യായീകരിക്കാൻ കേരള സംസ്ഥാനത്ത് ഒരാൾക്ക് മൂക്ക് താഴോട്ടുള്ള ഒരാൾ അംഗീകരിക്കാൻ പറ്റുകയില്ല. ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ ഒരു പ്രിൻസിപ്പളിനെ കുറിച്ച് നടത്തിയ പ്രസംഗം അയാള് മുട്ടുകാലിൽ തല്ലി പിടിക്കുമോ 2 കാലിൽ നടക്കാൻ അനുവദിക്കുമോ എന്നൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ്. ഇത് പൊതുമാധ്യമത്തിൽ വന്നു. ആ സംഘടനയ്ക്ക് മൊത്തത്തിൽ അവമാനമല്ലേ? എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ആവുക. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അതിനെ ന്യായീകരിക്കണമെങ്കിൽ ഗോവിന്ദൻ മാഷിന്റെ അവസ്ഥ എന്താണെന്ന് നടത്തു പോണ മാതിരില്ല. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.